അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂപ്പലത്ത് സംസുഖാന്റെ അല്ലേ? സംസുഖാന്റെ കാണാൻ വേണ്ടി വന്നതാണ്. സംസുഖാന്റെ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. സംസുഖ നമുക്കറിയാം, ശാരീരികമായിട്ട് വെല്ലുവിളികൾ നേരിടുണ്ടെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് നമുക്കൊക്കെ വലിയ പ്രചോദനമാവുന്ന, മാനസികപരമായിട്ട് വളരെ എനർജി ആയിട്ട് ഒരു സ്വന്തം ഒരു പെട്ടിക്കട നടത്തിയാണ് ഉപജീവനമാർഗം പോകുന്നത്. വലിയൊരു വരുമാന മാർഗമൊന്നും ഇല്ലെങ്കിലും അവർക്ക് കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ ഇവിടെ മുട്ടായി കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതിനുപരി വലിയ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇലക്ട്രോണിക്സ് ഐറ്റംസുകളൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട്. എല്ല് പൊട്ടുന്ന അസുഖം കൈയൊക്കെ കണ്ട ഇതൊക്കെ എന്റെ അമ്മ കെട്ടി കൈയാണ്. അമ്മയാണ് എന്റെ ഡോക്ടർ. ഞാൻ പഠിച്ചിട്ടില്ല എന്നാല് ഞാന് പിന്നീട് ഒരു സാക്ഷരതാ മിഷന് തുല്യത പിന്നെ വീട്ടിൽ സൗകര്യം നമുക്ക് എല്ല് പൊട്ടുന്ന അസുഖല്ലേ. അപ്പൊ കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ ഒന്നും അന്നത്തെ കാലത്ത് വാഹന സൗകര്യങ്ങളും ഒന്നുമില്ല. ഇത്രയൊരു ഡെവലപ്മെന്റ് ഇല്ലല്ലോ. മക്കളൊക്കെ മക്കൾ രണ്ടുപേരും. ഭാര്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഭാര്യ ഒന്നും ചെയ്യും. വീട്ടിലാണ്, ഹൗസ് വൈഫ് ആയിട്ട്. മൂത്തത് ബാബ ഫാത്തിമ, സെൻസ ഫാത്തിമ. രണ്ട് പെൺകുട്ടികളാ? ഞാൻ മൂപ്പര് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, മൂപ്പരെ കുറിച്ച് ചില ആളുകളൊക്കെ ഇത് നെഗറ്റീവ് ഉണ്ട് പറഞ്ഞെടുക്കാം. യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വലിയ വരുമാനങ്ങൾ ഉണ്ടെന്നാണ് ചില ആളുകളുടെ കാഴ്ചപ്പാട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ വരുമ്പോ അങ്ങനെ ആളുകൾക്ക് തോന്നാം അത് വലിയ വരുമാനമാണ്, നല്ല സുഖമായിട്ടുള്ള ജീവിതമാണ്. പക്ഷെ നമ്മൾ സുഖമായിട്ടുള്ള ജീവിതമാണെങ്കിൽ നമുക്ക് ഈ പെട്ടിപ്പീടിയിൽ വന്നിരിക്കേണ്ട ആവശ്യം വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു വരുമാനം മൂപ്പർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അവരോട് വീഡിയോ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അവര് നമ്മളെടുത്ത് വരില്ലല്ലോ. ചില ആൾക്കാർ അവര് വരുമാന മാർഗത്തിനാ പറയും. പക്ഷെ വരുമാന മാർഗം അല്ല മെയിൻ. അവര് നമ്മളിഷ്ടപ്പെട്ട് നമ്മളെന്ന് പ്രോത്സാഹിപ്പിക്കാൻ, നമ്മളെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു ഇതിൽ കിട്ടുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയുടെ ഡെവലപ്മെന്റ് തന്നെയാണ് പല ആളുകളും ഭിന്നശേഷിക്കാരായ ആളുകൾ തീർച്ചയായിട്ടും 4 ചുമരിന്റെ ഉള്ളില്. ഞാനും അതേപോലെ തന്നെയാണ്. 4 ചുമരിന്റെ ഉള്ളിൽ ഒരു മനുഷ്യ അറിയില്ല. ഞാൻ റേഡിയോ വന്നതിന് ശേഷം നമ്മള് റേഡിയോ കേൾക്കും, നല്ലോണം റേഡിയോ കേട്ടു. അപ്പൊ റേഡിയോ കേൾക്കുന്ന സമയത്ത് അങ്ങനെ RK മാം എന്നൊക്കെ പറയില്ലേ, RK മാം, കോഴിക്കോട് ആകാശവാണി RK മാം, അവരൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവര് അങ്ങനെ ഞാൻ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടെ. പിന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഇതുപോലെ പെട്ടിക്കട, അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടി. എനിക്കും അതേപോലെ തന്നെ SYSന്റെ കീഴിലാണ് ഇത് വന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു സാന്ത്വന കേന്ദ്രം ഉണ്ട് ഇവിടെ, അവരാണ് പിന്നെ എന്താ അങ്ങനെ ചില ആളുകൾക്ക് ചെറിയൊരു ഡൗട്ടാണ്, തോന്നലുകളാണ്. ശരിക്കും പറഞ്ഞാല് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് മൂപ്പര് പോകുന്നത്. നമുക്കറിയാം, നമുക്ക് 2 കൈയും കാലൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്തായാലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്താ ഇതാക്കി മേടിക്കണമെന്നൊരു അതുകൊണ്ടാണല്ലോ അതെ. നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ പെട്ടിക്കട തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ ഇടക്കാണ് നമ്മളെ പഴയ ഒരു റിപ്പയറിന്റെ പരിപാടി ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ബൾബൊക്കെ നേരായി കൊടുക്കും. ഈ റിപ്പയറിംഗ് എങ്ങനെയാണ്? മുമ്പ് പഠിച്ചതാണോ അതോ? അല്ല, ഞാൻ സ്വന്തമായിട്ട് നമ്മളെ സാധനങ്ങൾ തന്നെ പറഞ്ഞില്ലേ, റേഡിയോ ശ്രോതാവായിരുന്നു. റേഡിയോ വഴി തന്നെയാണ് എല്ലാം പഠിച്ചത്. റേഡിയോ കംപ്ലൈന്റ് ആവുമ്പോ റിപ്പയർ ചെയ്യും. ചെറുപ്പം മുതൽ അതിനോട് കമ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മളതില് അത് പൊളിച്ചിട്ട് നമ്മള് റിപ്പയർ ചെയ്യും. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നിങ്ങൾ നന്നാക്കും. അങ്ങനെ പിന്നെ അങ്ങനെ പഠിച്ചു വന്നു. അങ്ങനെയാണ് ഈ ഇലക്ട്രോണിക്സുമായി അറ്റാച്ച്മെന്റ് ആയത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ റേഡിയോ നമ്മൾ കൂടുതൽ വലിയ സുഹൃത്ത് ആ സമയത്ത് അല്ലേ? അതായത് പുറലോകത്തിന് 4 ചുമരിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ വേറെ ആളില്ലല്ലോ. വാപ്പിയാണ്, പിന്നെ പെങ്ങന്മാരും ലിമിറ്റ് ഉണ്ട്, കഴിഞ്ഞ ഓരോ വഴിക്ക് പോകേണ്ടി പഠിക്കണ നമ്മള് മെയിനായിട്ട് പാട്ട് കേൾക്കും, നല്ലോണം പാട്ട് കേട്ടിട്ട്. പാടലുണ്ടോ? പാടലുണ്ട് കുറച്ച്. സാധനങ്ങളൊക്കെ നിങ്ങൾ അവിടെ വാങ്ങിക്കല്? സാധനം നമ്മളെ ചുങ്കത്തുനിന്ന് അവിടെ പോയി നിങ്ങൾ പോവാ? അല്ല, ഞാൻ അവിടെ വിളിച്ചാറ് ഓർഡർ ചെയ്യും. നമ്മളെ സുഹൃത്താണ്, നമ്മളെ നാട്ടിലെ ഒരു സുഹൃത്താണ്. അത് കൊടുന്നു തരും. അവന്റെ കടയാണ്. അതിനും ബുദ്ധിമുട്ടില്ല. അപ്പൊ ഓരോരുത്തർ സപ്പോർട്ട് തന്നെയാണ്. സപ്പോർട്ട് തന്നെ മുന്നോട്ട് പോവാ. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോ വല്ല പ്രോഗ്രാമിനൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ ആളുകൾ വിളിക്കാറുണ്ട് അല്ലെ? എല്ലാവരും വിളിക്കണം. അങ്ങനെ വിളിക്കുമ്പോഴാണ് സംസുഖാക്കൊക്കെ എന്തെങ്കിലും വരുമാനമായിട്ടുള്ള കാര്യമായിട്ട് വരുമാനം കിട്ടും. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ടൈം പാസ്, സമയം പൊട്ടിന്ന് പോകാൻ വേണ്ട, ഇതിന് എന്തെങ്കിലും കിട്ടണമെന്ന് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വിളിക്കുമ്പോ
കൊറേ കാലായിട്ടേ ആ. പരിപാടികളൊന്നുമില്ല. ആദ്യമൊക്കെ ഗാനമേള ആ ആ ട്രൂപ്പിലൊക്കെ പോയിരുന്നു, പാട്ടൊക്കെ പാടാനൊക്കെ ആ നല്ല പോയി പാട്ട് ചെറുതായിട്ടൊക്കെ. വലിയ പാട്ടുകാരനെന്ന് പറയാൻ ആ പറ്റില്ല, അതെ അതെ എന്നാലും നമ്മളേതായ നമ്മളെ പരിമിതി വെച്ചിട്ടില്ല. ആ കഴിവില്ലാതെ അതിനനുസരിച്ചുള്ള പാട്ടൊക്കെ പാടും. എന്തായാലും ഒക്കെ റാഹത്താവട്ടെ. ആമീൻ. എന്തായാലും നമ്മളെ കണ്ടതിലും എനിക്ക് വളരെ സന്തോഷമായി സന്തോഷായി. ഒരാള് പരിചയപ്പെടാൻ കഴിഞ്ഞത്. നമ്മള് നേരിട്ട് കണ്ടിട്ടില്ല, എപ്പോഴാണ് അതെ അതെ ചാറ്റ് ചെയ്തിട്ടും ഒക്കെ ഒരു ബന്ധം എന്നല്ലാതെ അതെ ചാറ്റിംഗ് chatting നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അപ്പൊ കാണാൻ പറ്റിയതിലും ആ. നിങ്ങളെ ബിസിനസ്സിലൊക്കെ പഠിച്ചോ ആമീൻ ഇത് തരട്ടെ. ആമീൻ